അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, സ്വർഗത്തിന് 100 പദവിയാണുള്ളത്. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ 1, 2, 3, 4, 5 ഇതുപോലെ 100 പദവികളാണ്. ഓരോ പദവികളുടെയും ഒന്നാമത്തെ പദവിയുടെയും രണ്ടാമത്തെ പദവിയുടെയും ഇടയിലുള്ള ദൂരമുണ്ടല്ലോ, ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരമാണ് സ്വർഗത്തിലെ ഓരോ പദവികൾക്കിടയിലെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ ആ സ്വർഗത്തിലെ 100ാമത്തെ പദവിയാണ് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം. അത് സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ്. അത് 100ാമത്തെ സ്വർഗമാണ് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം. ആ സ്വർഗത്തിൽ കിടക്കുന്നത് വിവിഐപികളാണ്. ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന വിവിഐപികളാരാ? ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ. പടച്ചവനെ ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സക്കരിയ നബിയും ഈസാ നബിയും ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്. പിന്നെ ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന വിവിഐപികൾ ആരെന്നറിയുമോ? ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലുമല്ല പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച ശുഹദാക്കളുണ്ടല്ലോ. പടച്ചവനെ സ്വഹാബത്തും താബീങ്ങളും തബഉ താബീങ്ങളും ഇമാമുമാര് ഔലിയാക്കന്മാര് സയ്യിദന്മാര് പണ്ഡിതന്മാര് ഹാഫിളീങ്ങള് ആലിമീങ്ങള് ആബിദീങ്ങള് സ്വാലിഹീങ്ങള് അല്ലാഹു ഇഷ്ടപ്പെട്ട വിവിഐപികൾ കടന്നു പോകുന്ന സ്വർഗമാണ്. സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമെന്ന് നബി തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലിരുന്ന പാവപ്പെട്ട അതാ സ്വഹാബത്ത് കരയുകയാ. മുത്തുനബിയുടെ മുമ്പിലിരുന്നിട്ട് ആ പാവപ്പെട്ട സ്വഹാബത്ത് കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, സ്വഹാബാ എന്തു പറ്റി സ്വഹാബ, എന്തിനാണ് നിങ്ങൾ കരയുന്നതെന്ന് നബി തങ്ങൾ ചോദിക്കുമ്പോ മുത്തുനബിയോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് അവിടെ കടന്നു പോകാൻ കഴിയില്ലേ നബിയേ? ഒരു തുണിക്ക് മറുതുണിയില്ലാത്ത പാവപ്പെട്ടവരായ, ഒരു ദിവസത്തിൽ ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനില്ലാത്ത, പടച്ചവനെ ഉടുത്തിരിക്കുന്ന വസ്ത്രമല്ലാതെ പുതയ്ക്കാൻ മറ്റൊരു വസ്ത്രം പോലുമില്ലാത്ത ആ പാവപ്പെട്ട സ്വഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ ഞങ്ങൾക്ക് ആ സ്വർഗത്തിൽ പോകാൻ കഴിയില്ലേ നബിയേ? നബി തങ്ങളോട് കരഞ്ഞുകൊണ്ട് തന്റെ അനുചരന്മാര് ചോദിക്കുമ്പോ മുത്തുനബി പറഞ്ഞു, ഇല്ല സഹാബ, നിങ്ങൾക്കും പോകാം സ്വഹാബ, വേണമെന്ന് വെച്ചാ നിങ്ങൾക്കും പോകാം സ്വഹാബ. അതുകൊണ്ട് പടച്ചവനെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കളെ സനദ് വാങ്ങുന്ന 13 ഹാഫിളീങ്ങൾ ഇരിക്കുന്ന പുണ്യമായ മജ്‌ലിസിൽ കടന്നു വന്ന പെങ്ങള്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലിരിപികളും തേനരിപികളും എടുക്കുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയായ ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ കടന്നു പോകണോ മോനെ? എടാ, പോകുകയാണെങ്കിൽ അവിടെ വേണം പോകേണ്ടത്. എന്റെ പെങ്ങളോട് പറയുകയാണ്, പോകുകയാണെങ്കിൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ പോകണേ പെങ്ങള്. കാരണം അവിടെയാണ് വിവിഐപികൾ ഉള്ളത്, അവിടെയാണ് പ്രവാചകന്മാര് താമസിക്കുന്നത്, അവിടെയാണ് സുഗതാക്കള് താമസിക്കുന്നത്, വിവിഐപികൾ താമസിക്കുന്ന സ്വർഗമാണ് ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമെന്ന് നബി തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ പോകണോ സ്വഹാബ, നിങ്ങൾക്കും കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എല്ലാരും അള്ളാഹിനോട് ചോദിക്കും, സ്വർഗന്താ സ്വർഗന്താ സ്വർഗന്താ. സത്യത്തിൽ അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം തരണേ എന്ന് ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ അവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്കും ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാം. അതുകൊണ്ട് അവരുടെ കൂടെ കൂടണമെങ്കിൽ അവരുടെ സ്വഭാവം എന്താണെന്നറിയണമല്ലോ.
ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ അവകാശികൾക്ക് ചില സ്വഭാവമുണ്ട്. ഞാനല്ല പറയുന്നത്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അവരുടെ സ്വഭാവം അല്ലാഹു എണ്ണി പറയുകയാണ്. ആ സ്വഭാവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ? പെങ്ങള്, നീ ഭാഗ്യവതിയാണ്, നീ ഫിർദൗസിന്റെ അവകാശിയാണ്. വിഐപികൾ കടന്നു പോകുന്ന സ്വർഗത്തിൽ കടന്നു പോകുന്ന ഉമ്മയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ പറയുന്ന സ്വഭാവമുണ്ടോ പൊന്നുമോനെ? അല്ലാഹു പറയുന്ന ഒന്നാമത്തെ സ്വഭാവം എന്താ? അല്ലാഹു പറയുന്ന ഒന്നാമത്തെ സ്വഭാവം എന്തെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അല്ലാഹു പറയുന്ന ഒന്നാമത്തെ സ്വഭാവമാ. ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ പറയുന്ന സ്വഭാവമുണ്ടെങ്കിൽ അവന് ഫിർദൗസിന്റെ അവകാശിയാണ്. ആ ഒന്നാമത്തെ സ്വഭാവം എന്തെന്നറിയുമോ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, പടച്ചവനെ ആദ്യം എനിക്ക് ചെയ്യണം തമ്പുരാന്, ആദ്യം എനിക്ക് ചെയ്യണം തമ്പുരാന്. അത് ചെയ്യാതെ സമാധാനം കിട്ടൂല, അത് ചെയ്യാതെ ഉറങ്ങാൻ പറ്റൂല. പടച്ചവനെ അങ്ങനെ ഉള്ള ഒരു മനസ്സ് നമ്മളിൽ ആർക്കാവുള്ളത്? എടോ, പുറകിൽ നിൽക്കുന്നവനോട് പറഞ്ഞു കേറിയിരിക്കാൻ, നിങ്ങളൊന്ന് മുമ്പോട്ടിരിക്കാൻ. എന്തിനാ എന്റെ വഅദ് കേൾക്കാൻ ആൾക്കാർ ഒരുപാട് വന്നെന്ന് തെളിയിക്കാനല്ല. പിന്നെ എന്തിനാണ് കേറിയിരിക്കാൻ പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞല്ലോ, ദുനിയാവിൽ രണ്ട് സ്വർഗമുണ്ട്, ദുനിയാവിൽ രണ്ട് സ്വർഗമുണ്ട്. ആ രണ്ട് സ്വർഗത്തിൽപ്പെട്ട ഒരു സ്വർഗം ഏതെന്നറിയുമോ? ഈ വഅദ് പറയുന്ന മജ്ലിസാണ്, ഇൽമു പറയുന്ന മജ്ലിസാണ്. 27 ഖുർആൻ പഠിക്കുന്ന, ഹിഫ്ള് പഠിക്കുന്ന മക്കളിരിക്കുന്ന മജ്ലിസാ. എടോ, ചന്ദനം ചാരിയ ചന്ദനം മണക്കുമെന്നാണ്. ഈ 27 മക്കളുടെ ചാരത്ത് വന്ന് നിനക്കിരിക്കാൻ കഴിഞ്ഞാൽ എന്തൊരു ഭാഗ്യമാ ചെറുപ്പക്കാരാ. വാപ്പാ, അതിനൊരു യോഗം വേണമല്ലോ. ഈ കാണുന്ന മജ്ലിസിന്റെ ചുറ്റുഭാഗം മുഴുവനും ലക്ഷക്കണക്കിന് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് വലം ചെയ്തുകൊണ്ടിരുന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. ആ മലക്കുകൾ ചിറക് ചാഴ്ത്തി ബഹുമാനിക്കുന്ന വിഭാഗമല്ലേ 27 മുതഅല്ലിമീങ്ങള്. അവരെ എടാ എന്ന് വിളിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഈ മക്കളുണ്ടല്ലോ, നമ്മൾ മക്കളെ എടാ എന്ന് വിളിക്കാറില്ലേ? എന്നാൽ ബഹുമാനം കൊണ്ട് ഇവരെ എടാ എന്ന് പോലും വിളിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഖുർആൻ ചുമക്കുന്ന മക്കളുടെ ചാരത്തിരിക്കാൻ അല്ലാഹു നിനക്കൊരവസരം തരുമ്പോ ചിലപ്പോ ഇവരുടെ കൂടെ ഇരുന്നതിന്റെ പേരിലെങ്ങാനും നീ രക്ഷപ്പെട്ടാലോ? അതുകൊണ്ടാണ് കേറിയിരിക്കാൻ പറഞ്ഞത്. എടോ, അല്ലാഹു പറയുകയാണ്, ഒരു നല്ല കാര്യം പറഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. ഉണ്ടോ പെങ്ങളെ നിനക്ക്? ഞാൻ പറയുകയാണ്, ഈ ഇരിക്കുന്ന പെണ്ണുങ്ങൾ മുഴുവനും സ്വർണം ധരിച്ചവരാണ്. സ്വർണമിടാത്ത ഒരു പെണ്ണ് പോലുമില്ല. ഞാൻ പറയുന്നു, ഈ ഖുർആൻ പഠിക്കുന്ന ഒരു മകന് വേണ്ടി പെങ്ങളെ ഇരിക്കുന്ന നൂറുകണക്കിന് സഹോദരിമാര്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു സ്വർണം ഊരി കൊടുക്കാൻ പറഞ്ഞ 10 പവൻ ശരീരത്തിലിട്ടവളം തിരിഞ്ഞു നോക്കുകയാ. ആരാണ് ഊരിക്കൊടുക്കുന്നത്? എന്നാ പടച്ചവനെ, എന്റെ ശരീരത്ത് ഒരുപാട് സ്വർണമുണ്ടല്ലോ, ഞാനല്ലേ ആദ്യം കൊടുക്കേണ്ടത്? അങ്ങനെ തോന്നുന്നവര് കുറവാടോ? അങ്ങനെ തോന്നുന്നവര് കുറവാടോ? എന്നാ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ അവകാശികളായ ആ അടിമകളുടെ, ആ പ്രവാചകന്മാരുടെ ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്.
ഒരു നല്ല കാര്യം പറഞ്ഞാ പിന്നെ ചിന്തിക്കൂലടോ, അത് ചെയ്യുകയാണ്. അത് ചെയ്യാതെ സമാധാനമില്ല. ഞാനൊരു അവകാശിയെ പറഞ്ഞു തരട്ടെ. ആ സ്വർഗത്തിൽ പോകുന്ന ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിച്ചവരാണല്ലോ. ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിച്ചവരാണല്ലോ. നബി തങ്ങൾ പറയുകയാണ്, യഹ്തതല ഇബ്രാഹിം അലൈഹിസ്സലാം വഹുവ ഇബ്നു 80 സന. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 80 വയസ്സായി, വൃദ്ധനായി, പ്രായമായി. 80 വയസ്സുള്ള പ്രായം ചെന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്. അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്. എന്താണ് കൽപ്പന വന്നതെന്നറിയുമോ? ഇബ്രാഹിം നബിയേ, സുന്നത്ത് കല്യാണം നടത്തണം നബിയേ. 8 വയസ്സുള്ള ഇബ്രാഹിം എന്ന് പറയുന്ന പയ്യനോടല്ല, 80 വയസ്സ് ചെന്ന പ്രായം ചെന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ് സുന്നത്ത് കല്യാണം നടത്താൻ. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം അല്ലാഹു പറയുന്നത്. ഇബ്രാഹിം നബിയോട് പറഞ്ഞു, 80 വയസ്സുള്ള ഇബ്രാഹിം നബിയോട് സുന്നത്ത് കല്യാണം നടത്താൻ പറഞ്ഞപ്പോ ഇബ്രാഹിം നബി എന്ത് ചെയ്തെന്നറിയുമോ വാപ്പാ? വഹുവ ബിൽ ഖദൂ, തന്റെ കയ്യിലൊരു മഴുവിരിക്കുകയാ. വിറക് വെട്ടുന്ന ഒരു മഴുവുണ്ടല്ലോ, ഒരു ചെറിയ മഴുവ് തന്റെ കയ്യിലിരിക്കുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പന വന്നല്ലോ. ഇബ്രാഹിം നബി തന്റെ കയ്യിലിരിക്കുന്ന മഴുവ് കൊണ്ട് സ്വന്തമായിട്ട് അവിടുന്ന് സുന്നത്ത് കല്യാണം നടത്തുകയാ. അവിടുന്ന് സ്വന്തമായിട്ട് ചെയ്തു. രക്തമിങ്ങനെ ഒഴുകുകയാണ്. പടച്ചവനെ, അവിടുന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണ്. അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ ഇറങ്ങി വരുമ്പോ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ഇബ്രാഹിം നബിയെ കാണുകയാണ്. യാ ഖലീലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയെ ധൃതി കാണിച്ചത്? സമാധാനത്തോടെ ചെയ്താ മതിയായിരുന്നല്ലോ, എന്തിനാ പെട്ടെന്ന് ചെയ്തത്? ഇബ്രാഹിം നബിയോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിച്ചപ്പോ ഇബ്രാഹിം നബിയുടെ മറുപടി എന്തെന്നറിയുമോ? ജിബ്രീലേ, അല്ലാഹു ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞ പിന്നെ എന്തിനാ താമസിപ്പിക്കുന്നത്? അല്ലാഹു ചെയ്യാൻ പറഞ്ഞ ചെയ്യണമല്ലോ, അല്ലാഹു ചെയ്യാൻ പറഞ്ഞ ചെയ്യണമല്ലോ, എന്തിനാ താമസിപ്പിക്കുന്നത്? ഇതാണ് അല്ലാഹും പറഞ്ഞത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അവരോടൊരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാതെ ഉറക്കം വരൂല, അവർക്ക് സമാധാനമുണ്ടാകില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, ഉസ്താദന്മാര് പ്രസംഗിച്ചിട്ട് ഇന്നത് ചെയ്താൽ ഇന്നതാണ് പ്രതിഫലം. ചെറുപ്പക്കാരാ പറയാറുണ്ടല്ലോ, നിസ്കരിക്കുന്നവൻ ഇന്ന പ്രതിഫലമാണ്, ഖുർആൻ ഓതുന്നവന് ഇന്ന പ്രതിഫലമാണ്, നോമ്പ് പഠിക്കുന്നവൻ ഇന്ന പ്രതിഫലമാണ് എന്ന് ഉസ്താദന്മാര് പറഞ്ഞു തരുമ്പോ ചെയ്യാ മനസ്സ് കാണിക്കണം. ചെറുപ്പക്കാരാ, മോനെ നല്ല വസ്ത്രം ധരിക്കണ്, പെങ്ങളെ തലമുറയ്ക്കണ്, തലമുടി പുറത്തു കാണിക്കരുത്, അല്ലാഹനെ മറന്നുകൊണ്ട് നടക്കരുത്. ഉസ്താദന്മാരവിടെന്ന് പറയുമ്പോ പെങ്ങളെ അനുസരിക്കാൻ വല്ലാത്ത മടിയാണല്ലോ, പരിഹാസമാണല്ലോ, പറയുന്നവനെ കളിയാക്കുകയാണല്ലോ. എന്നാൽ 1400 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ആ ചെറുപ്പക്കാരുടെ ചരിത്രം നിനക്കറിയുമോ മോനെ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരുടെ സ്വഭാവം എന്തെന്നറിയുമോ? അവരോട് നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അല്ലാഹ്
പടച്ചവനെ അതാ ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഉഹദ് യുദ്ധം നടക്കുമ്പോ ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ് സ്വഹാബാ ഇന്ന് ഉഹദിന്റെ രണാങ്കണത്തിൽ ആര് ഷഹീദാകുന്നു അവന് സ്വർഗമുണ്ട് സ്വഹാബാ. നിബിതങ്ങൾ അവിടെന്ന് പറയുമ്പോ ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കേൾക്കുകയാണ്, തുള്ളിച്ചാടുകയാണ്. എന്തിനാടാ ഉമൈറ്, എന്തിനാടാ ഉമൈറ് നീ തുള്ളിച്ചാടുന്നതെന്ന് ചോദിച്ചപ്പോ ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേട്ടോ, ഇന്നിവിടെ ഷഹീദാകുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് നബിതങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് അവിടെന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഷഹീദായ സ്വർഗം കിട്ടുമോ നബിയേ, ഷഹീദായ സ്വർഗം കിട്ടുമോ നബിയേ? ഉമൈറേ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു ഉമൈർ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു ഉമൈർ. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുമ്പോ ഉമൈർ ഇറങ്ങി പോകുമ്പോ സഹോദരാ കയ്യിലൊരു കാരക്ക ഇരിക്കുകയാണ്, കടിക്കുന്നതിന് വേണ്ടി എടുത്ത ഒരു കാരക്ക തന്റെ കയ്യിലിരിക്കുകയാണ്. ഉമൈർ താഴെ വെക്കുകയാണ്, ഉമൈർ താഴെ വെക്കുകയാണ്. സ്വഹാബത്ത് പറഞ്ഞു, ഉമൈർ ആ എടുത്ത കാരക്കയൊന്ന് കടിച്ചിട്ട് പോകടാ, ആ എടുത്ത കാരക്കയൊന്ന് കഴിച്ചിട്ട് പോക്. ഉമൈർ ഇബ്നു ഹുമാം ആ ചെറുപ്പക്കാരന്റെ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഈ കാരക്ക തിന്നുന്ന സമയം പോലും എനിക്ക് ദുനിയാവിൽ ഇനി ജീവിക്കണ്ട, ഒരു കാരക്ക തിന്നുന്ന സമയം പോലും എനിക്ക് ഈ ദുനിയാവിൽ ജീവിക്കണ്ട. അർജു അന്നകൂന മിൻ അഹ്ലിഹാ, സ്വർഗത്തിന്റെ അവകാശികളിൽ പെട്ടാ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെന്ന് ഷഹീദായ സ്വഹാബിയാണ് മഹാനായ ഉമൈർ ഇബ്നു ഹുമാം റളിയല്ലാഹു തആല അൻഹു. ഇതാണ് ചെറുപ്പക്കാരാ, ഒരു നന്മ കേട്ടാൽ അങ്ങനെയാ പൊന്നുമോനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മത്സരിക്കണ്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ മത്സരിക്കുന്നവരാകണം. ഏതുപോലെ എന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മസ്ജിദുൻ നബവിയിൽ ഒരു മത്സരം നടക്കുകയാണ്. മസ്ജിദുൻ നബവിയിൽ ഒരു മത്സരം നടക്കുകയാണ്. എന്തിനാണ് മത്സരം നടക്കുന്നതെന്നറിയുമോ? പടച്ചവനെ, ഇന്ന് നമ്മളുടെ പള്ളികളിൽ മത്സരം നടക്കുകയാണ്. പള്ളികൾ അധികാരം പിടിച്ചു പറ്റാൻ, പ്രസിഡന്റ് ആകാൻ, സെക്രട്ടറി ആകാൻ, പള്ളിക്കകത്ത് വല്ലാത്ത മത്സരം നടക്കുന്ന കാലമാ. പള്ളികൾക്ക് വേണ്ടി പരസ്പരം തമ്മിലടിക്കുന്ന കാലമാ എന്റെ പ്രിയപ്പെട്ടവര്. എന്നാ നബി തങ്ങളുടെ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബാ, നിങ്ങൾ കയ്യിലുള്ളത് എടുത്തു കൊണ്ടുവാ സ്വഹാബാ. എന്താണോ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നത് എടുത്തുകൊണ്ടുവരാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ഒരിക്കൽ മസ്ജിദുൻ നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം, നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ എടുത്തുകൊണ്ടുവാ എന്ന് നബി തങ്ങൾ പറഞ്ഞു. സ്വഹാബത്ത് എല്ലാവരും ഇറങ്ങി ഓടുകയാ, കാരണം അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ മത്സരം നടക്കുന്നു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ തന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, ഒരിക്കലെങ്കിലും എനിക്കൊന്ന് വിജയിക്കണം, ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ഒന്നാമനാകണം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ തോൽപ്പിക്കണം. ഇതാണ് ഉമർ തങ്ങളുടെ മനസ്സിന്റെ ചിന്ത.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയുടെ സെക്രട്ടറി സ്ഥാനം ആകണമെന്നല്ല, അബൂബക്കറിന്റെ അധികാരം തട്ടിയെടുക്കണമെന്നല്ല. ഇന്ന് നമ്മൾ ചിന്തിക്ക്, അന്ന് പള്ളികളിൽ മത്സരം നടന്നത് നന്മ ചെയ്യാൻ, ഇന്നോ പള്ളിയുടെ അധികാരം കിട്ടാൻ വേണ്ടി കിടന്ന് തമ്മി തെല്ലുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എടോ ഇന്ന് വഖഫ് ബില്ല് പോലും പാസ്സാക്കിയിട്ട് വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പള്ളിക്കകത്ത് കിടന്നിട്ട് ഞാൻ ജുമാ നടത്താം, നിങ്ങൾ ജുമാ നടത്ത് തല്ലുക ഈ ഉമ്മത്ത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ തങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ ചിന്ത അബൂബക്കറിനെ പരാജയപ്പെടുത്തണം. കാരണം എന്തേ? എന്തു പറഞ്ഞാലും അബൂബക്കർ ഒന്നാമനാ. ഏതൊരു വിഷയം എടുത്താലും അബൂബക്കർ ഒന്നാമനാ. ഒരിക്കൽ നബി തങ്ങൾ ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ഇന്ന് നോമ്പ് പിടിച്ച ആരെങ്കിലും ഉണ്ടോ? ഒരൊറ്റ ചോദ്യം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എനിക്ക് നോമ്പാണ് നബിയെ. നബി തങ്ങൾ ചോദിച്ചു, ഇന്ന് സദഖ കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും അബൂബക്കർ തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാനുണ്ട് നബിയെ. ഇന്ന് രോഗസന്ദർശനം നടത്തി ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും അബൂബക്കർ ചാടി എഴുന്നേറ്റിട്ട് പറയുന്നു, ഞാനുണ്ട് നബിയെ. ഇന്ന് ജനാസയിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും അബൂബക്കർ പറയുന്നു, ഞാനുണ്ട് നബിയെ. ഈ ചങ്ങാതിയായി എന്നും ഒന്നാമൻ. അതുകൊണ്ടാണ് അബൂബക്കർ തങ്ങളെ പരാജയപ്പെടുത്തണമെന്ന് ഉമർ തങ്ങൾക്ക് തോന്നിയത്. തന്റെ വീട്ടിൽ ചെന്നു, തന്റെ സമ്പാദ്യം മുഴുവനും എടുത്തു, എന്നിട്ട് 2 വിഭാഗമാക്കി. ആ സമ്പത്തിന്റെ നേർ പകുതി എടുത്തു. എന്തായാലും അബൂബക്കർ എന്നെ പോലെ കൊണ്ടുവരൂല. തന്റെ സമ്പാദ്യത്തിന്റെ പകുതി എടുത്തുകൊണ്ടില്ല ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചു കൊടുത്തു. നബിയെ, എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി തന്നിരിക്കുന്നു. നബി തങ്ങൾക്ക് വല്ലാത്ത സന്തോഷം. ഉമർ തങ്ങൾക്ക് വേണ്ടി നബി തങ്ങൾ പ്രത്യേകമായിട്ട് ദുആ ചെയ്തു. ഉമർ തങ്ങൾ ഇങ്ങനെ മാറി നിന്നു. ഓരോരുത്തരും അവരവരുടെ കയ്യിലുള്ളത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഉമറിന് ഇതൊന്നും അറിയണ്ട, എവിടെ അബൂബക്കർ എവിടെ? അങ്ങനെ ഉമർ തങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ഏറ്റവും അവസാനം മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അബൂബക്കർ തങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒരു ചെറിയ പൊതിയേ ഉള്ളൂ. ഉമറിന് സന്തോഷമായി. എന്തായാലും എന്നെ പോലെ വലുതില്ല, അപ്പൊ ഞാൻ തന്നെ വിജയിക്കും. ഓടി നബി തങ്ങളുടെ അടുത്ത് വന്നു. എന്താണ് പറയുന്നതെന്നറിയാൻ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഓടി വന്നു. ഉമർ തങ്ങൾ നോക്കുമ്പോൾ അബൂബക്കർ തങ്ങൾ കൊണ്ടുവന്ന ഒരു ചെറിയ പൊതി വെച്ചു കൊടുത്തു. നബി തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ, ഇനി വീട്ടിൽ എന്താ ബാക്കിയുള്ളത്? അള്ളാഹും അവന്റെ പ്രവാചകനും അല്ലാതെ വേറെ ഒന്നുമില്ല നബിയെ. എന്റെ സമ്പാദ്യം മുഴുവനും ഞാൻ അള്ളാന്റെ ദീനിന് തന്നിരിക്കാം. അപ്പോഴും അബൂബക്കറാ വിജയിച്ചേ. ഇതായിരുന്നു സ്വഹാബത്തിന്റെ ഗുണമങ്ങനെ. ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു മനസ്സ്. പ്രതിഫലം കേട്ടാ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല. ചിന്തിക്കാനൊന്നുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മ കേട്ടാൽ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അള്ളാഹു ആ മനസ്സ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു തരാം. നമുക്കും ഇവിടെ ഇരുന്ന് കൊണ്ടൊന്ന് മത്സരിക്കാം. ആരാണ് ഈ നന്മ പറഞ്ഞു തരുന്നതെന്നറിയുമോ? നിങ്ങളെ പഠിക്കണേ പൊന്നുമോളെ, ഈ നന്മ പറഞ്ഞു തരുന്നത് ആരാണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരികയാ. പടച്ചവനെ, മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അലിയാർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അലിയാർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുഖമങ്ങ് വാടിയിരിക്കുകയാണ്. അലിയാർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമയുടെ മുഖമങ്ങ് വാടിയിരിക്കുകയാണ്. അവിടെ ചോദിക്കുന്നു, ഫാത്തിമ, എന്തേ ഫാത്തിമ, നിന്റെ മുഖത്തൊരു സങ്കടം കാണുന്നല്ലോ? ഫാത്തിമ പറഞ്ഞു, ഒന്നുമില്ല. അലിയാർ തങ്ങൾ എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല. അവസാനം അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയുടെ കയ്യിലങ്ങ് പിടിക്കുമ്പോ ഫാത്തിമ കരയുകയാ. അലിയാർ തങ്ങളെ കൈപിടിച്ചു നോക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൈ പൊട്ടിയിരിക്കുകയാണ്. അവിടുത്തെ കൈ പൊട്ടിയിരിക്കുകയാണ്. എങ്ങനാ പൊട്ടിയതെന്നറിയുമോ? പടച്ചവനെ, കല്ല് പിടിച്ചിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കല്ല് പിടിച്ചിട്ട് കൈ പൊട്ടിയിരിക്കുകയാ. അതാ എങ്ങനെയാ കൈ പൊട്ടിയതെന്നറിയുമോ? അലിയാർ തങ്ങൾ പാവപ്പെട്ടവനാണ്. ഗോതമ്പ് മേടിച്ചു കൊണ്ടുവന്ന് ഫാത്തിമയുടെ കൈ
കയ്യിൽ കൊടുക്കുകയാണ്. ഫാത്തിമയത് കല്ലുകൊണ്ട് പൊടിക്കുകയാണ്. ഫാത്തിമ കല്ലുകൊണ്ട് പൊടിക്കുകയാണ്. ആ പൊടിച്ച മാവ് തന്റെ ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഫാത്തിമയും അലിയാര് തങ്ങളും ജീവിച്ചിരുന്നത്. പെങ്ങളെ വല്ലാത്ത കഷ്ടപ്പാടായിരുന്നു മോളെ. ഫാത്തിമയ്ക്ക് ഹസനും ഹുസൈനും എന്ന് പറയുന്ന 2 മക്കളുണ്ട്. 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. എങ്ങനെയാ വളർത്തുന്നതെന്നറിയുമോ? തന്റെ പൊന്നാര മക്കളെ തൊട്ടിലിൽ കിടത്തിയിട്ട് ഒരു കയറൊരു ഭാഗത്ത് കെട്ടിക്കിട്ടിരിക്കുകയാ. മറുഭാഗം ഫാത്തിമയുടെ കാലിലാ. മാവ് പൊടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ പൊന്നാര മക്കള് കരഞ്ഞ കാലുകൊണ്ടിങ്ങനെ ആട്ടിയാട്ടിയാണ് തന്റെ മക്കളെ പോലും ഉറക്കിയിരുന്നത്. അതുപോലെ കഷ്ടപ്പാടാണ്. പടച്ചവനെ അലിയാര് നിങ്ങൾക്ക് കിടന്നിട്ടുറക്കം വരുന്നില്ല. തന്റെ ഭാര്യയുടെ അവസ്ഥ കണ്ടിട്ട് സങ്കടം വരികയാണ്. അങ്ങനെ ഭാര്യയും ഭർത്താവും ഉറക്കമില്ലാതെ ഇങ്ങനെ രാത്രി കിടക്കുമ്പോ അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ നിന്റെ പ്രയാസം മാറാൻ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. ഫാത്തിമ നിന്റെ കഷ്ടപ്പാട് മാറാൻ, നിന്റെ പ്രയാസം മാറാൻ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവായ അലിയാര് തങ്ങളോട് ചോദിക്കുന്നു, അലിയേ എന്താണ് പരിഹാരമെന്ന് ചോദിക്കുമ്പോ അലിയാര് തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഫാത്തിമ നാളെ നീ നിന്റെ വീട്ടിലേക്ക് പോകണം. അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാൻ പോകണം ഫാത്തിമ. വാപ്പാന്റെ അടുക്കൽ ചെന്നിട്ട് നിന്റെ സങ്കടം പറയണേ, നിന്റെ പരാതി പറയണേ, നിന്റെ കഷ്ടപ്പാട് പറയണേ, നിന്റെ കൈ കാണിച്ചു കൊടുക്കണേ ഫാത്തിമ. എന്നിട്ട് നിന്റെ വാപ്പയോട് പറയണം, വാപ്പാ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരുപാട് അടിമകൾ ഉണ്ടായിരുന്നു. ഫാത്തിമയോട് അലിയാര് നിങ്ങൾ പറയുകയാണ്, നിന്റെ വാപ്പയുടെ അടുക്കൽ ഒരുപാട് അടിമകളുണ്ടല്ലോ, നീ ചെന്നിട്ട് ഒരെണ്ണത്തെ വേണമെന്ന് പറഞ്ഞാൽ നിന്റെ കൈ കാണിച്ചു കൊടുത്തിട്ട് നിന്റെ കഷ്ടപ്പാട് പറഞ്ഞിട്ട് എനിക്കൊരടിമയെ വേണമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് തരും ഫാത്തിമ. നിന്നെ വല്ലാത്ത ഇഷ്ടമാ ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചിന്തിക്കുകയാണ്, അലിയാര് തങ്ങൾ പറഞ്ഞത് നല്ലതാണല്ലോ, അലിയാര് തങ്ങൾ പറഞ്ഞത് ശരിയാണല്ലോ. എന്റെ വാപ്പാന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചാൽ എനിക്ക് വാപ്പ ഒരടിമയെ തരുമല്ലോ, എന്റെ പ്രയാസം മാറുമല്ലോ. 2 പേരും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ്. നേരം വെളുത്തു. പെങ്ങളെ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞപ്പോ മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന പിതാവിനെ കാണാൻ പോവുകയാണ്. വാപ്പയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഫാത്തിമ വളരെ സന്തോഷത്തോടെ വീടിന്റെ മുറ്റത്ത് നിന്ന് സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് വീട്ടിലില്ല. നബി തങ്ങൾ നേരം വെളുത്തപ്പോഴേ ഒരു യാത്ര പോയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് വീട്ടിലില്ല. ഫാത്തിമയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു. ഉമ്മയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് തന്റെ കൈ കാണിച്ചു കൊടുക്കുകയാണ്, തന്റെ സങ്കടം പറയുകയാണ്. ഉമ്മ വല്ലാത്ത പ്രയാസമാ ഉമ്മ, വല്ലാത്ത കഷ്ടപ്പാടാ ഉമ്മ. എന്റെ കൈ കണ്ടോ ഉമ്മ, എനിക്കൊരടിമയെ വേണം. വാപ്പ വരുമ്പോ ഉമ്മച്ചി പറഞ്ഞു കൊടുക്കണം, എനിക്കൊരടിമയെ വാങ്ങിത്തരണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്. ആയിഷ ബീബി പറഞ്ഞു, എന്തായാലും ഞാൻ പറയാ, എന്റെ പൊന്നുമോള് പോകൂ, എന്തായാലും വാപ്പ വരുമ്പോ ഞാൻ പറയാം. ഉമ്മ അവിടെ നിന്ന് സമാധാനിപ്പിച്ചു പറഞ്ഞു വിടുകയാണ്. ഏ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകനെന്ന് പാതിരാത്രിയിലാണ് കടന്നു വന്നത്. നബി തങ്ങൾ അന്ന് ഒരുപാട് താമസിച്ചാണ് കടന്നു വന്നത്. അല്ലാഹുവിന്റെ റസൂല് വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. അവിടെ നിന്ന് കിടക്കാൻ പോകുമ്പോ
ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു നബിയേ പൊന്നുമോള് ഫാത്തിമ വന്നിരുന്നു നബിയേ ഫാത്തിമ എന്നിവിടെ വന്നിരുന്നു നബിയേ വല്ലാത്ത സങ്കടമാ നബിയേ ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുകയാണ് അവിടെ വല്ലാത്ത കഷ്ടപ്പാടാണ് അവിടെ വല്ലാത്ത ജോലിയാണ് ഫാത്തിമ കല്ല് പിടിച്ചിട്ട് കൈ പൊട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് ഒരടിമയെ കൊടുക്കുമോ നബിയേ പൊന്നുമോൾക്ക് സഹായമാകുമല്ലോ അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ നബി തങ്ങളുടെ കണ്ണ് നിറയുകയാണ് നബി തങ്ങളുടെ മുഖമൊക്കെ വാടുകയാണ് മുത്തുനബി ചാടി എഴുന്നേറ്റു അല്ലാഹുവിന്റെ റസൂൽ വസ്ത്രമെടുത്തിടുകയാണ് എനിക്കെന്റെ ഫാത്തിമയെ കാണണം എനിക്കെന്റെ പൊന്നാര മകളെ കാണണം ആയിഷ ബീവി പറഞ്ഞു നബിയേ പാതിരാത്രിയായി നബിയേ നേരം വെളുത്തിട്ട് പോകാൻ നബിയേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല എന്റെ കരളിന്റെ കഷ്ടമായി എന്റെ ഫാത്തിമ എനിക്ക് കാണണം ആയിഷ ആ പാതിരാത്രിയിൽ നബി തങ്ങൾ അവിടെ ഇറങ്ങുകയാണ് തന്റെ പൊന്നാര മകളുടെ വീടിന്റെ മുറ്റത്ത് ചെന്ന് സലാം പറയുകയാണ് നബി തങ്ങൾ വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നു അലിയാര് തങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ചാടി എഴുന്നേക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞു ഇരിക്കു അലിയേ ഇരിക്കു ഫാത്തിമ തന്റെ പൊന്നാര മകളുടെ ചാരത്ത് ചെന്നിരുന്നിട്ട് തന്റെ പൊന്നാര മകളുടെ കൈ പിടിച്ചു നോക്കുമ്പോ ഫാത്തിമയുടെ കൈ ഇങ്ങനെ പൊട്ടിയിരിക്കുകയാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ അറിയണേ വാപ്പാ പെൺമക്കളുള്ള പിതാക്കന്മാര് പഠിക്കണേ ഒരു വാപ്പ എന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ ഒരു വാപ്പ എന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ നീ സാധാരണ ഒരു മനുഷ്യനല്ല നീ എടുത്ത് ചാടാൻ പാടില്ല നീ വാശി കാണിക്കാൻ പാടില്ല നീ ക്ഷമയുള്ളവനായിരിക്കണം നീ ഒരു വാപ്പയാണ് നിന്റെ മക്കളെ കുറിച്ച് നിനക്ക് ചിന്തയുണ്ടാകണം തന്റെ വീട്ടിൽ വന്ന് പരാതി പറഞ്ഞ പൊന്നാര മകളുടെ വീട്ടിൽ പാതിരാത്രി കിടന്നു ചെന്നിട്ട് ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയിട്ട് അതാ ഭർത്താവിന്റെ വീട്ടിൽ കിടന്ന് ജോലി ചെയ്ത് കൈപൊട്ടിയ പൊന്നാര മകളുടെ കൈ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന വാപ്പ ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ ഫാത്തിമ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ചു കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ വീട്ടിൽ വന്നിട്ട് മകള് സങ്കടം പറഞ്ഞു രണ്ട് കൈയും പൊട്ടി കല്ല് പിടിച്ചിട്ടെ ഇന്ന് നമ്മള് ഗ്രൈൻഡറും മറ്റുള്ളതൊക്കെ ഉപയോഗിക്കാറുണ്ട് അന്ന് ഫാത്തിമ ബീവിയുടെ കയ്യിൽ ഗോതമ്പ് കൊണ്ടുവന്ന് കൊടുക്കും അതിങ്ങനെ ഫാത്തിമ ബീവി കൈ കൊണ്ട് പൊടിക്കും ആ കല്ല് പിടിച്ചിട്ട കൈ പൊട്ടിയെ ഈ മകളി നബിതങ്ങളുടെ വീട്ടിൽ ചെന്ന് വാപ്പാന്റെ അടുക്കൽ ചെന്ന് സങ്കടം പറഞ്ഞു വാപ്പയില്ല ഉമ്മാനോട് പറഞ്ഞു ഉമ്മ പറഞ്ഞു വിട്ടു ഫാത്തിമാനെ കാണാൻ നബിതങ്ങൾ വന്നു രാത്രി വിളിച്ചുണർത്തിയിട്ട് നബിതങ്ങൾ ചോദിച്ചു ഫാത്തിമ ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ഒരു പെണ്ണിന് അല്ല കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയോ മോളെ നമ്മളാണെങ്കിലോ മോള് വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മ ഇവിടെ ആകെ പ്രശ്നമാ ഉമ്മ ഇവിടെ ആകെ പ്രയാസവാ എനിക്കിവിടെ ജീവിക്കാൻ പറ്റൂല മോളൊരു വാരി കെട്ടി ഒരു വണ്ടിയും വിളിച്ചിങ്ങി വന്നേരെ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ എടോ ഇന്നത്തെ മാതാപിതാക്കളാണെങ്കിൽ അവര് മക്കളോട് പറയും ഒന്നെങ്കിൽ ഞാൻ വരാം അല്ലെങ്കിൽ നീ തന്നെ ഒരു വണ്ടി വിളിച്ചിങ്ങി വന്നേരെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വന്തം മക്കളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നതിൽ ഇന്നത്തെ ഉമ്മയ്ക്കോ വാപ്പയ്ക്കോ ഒരു വിഷമമില്ലാത്ത കാലം അതിന്ന് വാശിയാണ് എല്ലാവർക്കും വല്ലാത്ത വാശി വല്ലാത്ത വൈരാഗ്യം ഈഗോ തോറ്റു കൊടുക്കാനും താഴ്ന്നു കൊടുക്കാനൊന്നും പറ്റൂല പെണ്ണിനെക്കാളും വാശി പെണ്ണിന്റെ ഉമ്മയ്ക്ക അല്ലെങ്കിൽ ഭർത്താവിനെക്കാളും വാശി ഭർത്താവിന്റെ പെങ്ങക്ക ഒന്ന് താന്നു കൊടുക്കാനോ ഒന്നുമില്ല ഒരു ജീവിതം അതൊന്നും നോക്കണില്ല സ്വന്തം മക്കളുടെ ജീവിതം നിനക്കാ നഷ്ടം പെങ്ങളെ എന്റെ പെങ്ങളോട് ഞാൻ പറയണ നീ വിചാരിക്കണത് നിനക്ക് അറിയാഞ്ഞിട്ടാ പെങ്ങളെ ഈ വാശിയും വൈരാഗ്യം നീ ചിന്തിച്ചു നോക്കിക്കേ ഏതൊരു ഭാര്യയും ഭർത്താവും 10 മിനിറ്റ് ഇരുന്ന് സംസാരിച്ചാൽ തീരുന്ന വിഷയമേ ലോകത്തുള്ളൂ അത് 10 മിനിറ്റ് സംസാരിക്കണം പക്ഷെ സംസാരിക്കാൻ സമ്മതിക്കൂലല്ലോ വിളിച്ചിറക്കുമ്പോ തന്നെ മകളോട് ഉമ്മ പറയുന്നുണ്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പറയാ ഫോണിങ് തന്നേരെ ഇനി അവൻ വിളിച്ചാ എടുക്കണ്ട കാരണം വിളിച്ചാൽ തിരിച്ചു പോകും
അല്ലെങ്കിൽ പറയും അവന്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചേരെ, വാട്സപ്പ് ബ്ലോക്ക് ചെയ്ത് വെച്ചേരെ, വിളിച്ചാൽ ഇനി എടുക്കേ ചെയ്യരുത്. എന്റെ വാശിയടോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലരുടെയും ജീവിതം തൊലച്ചു കളയുന്നത് ഈ വാശിയ. അള്ളാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു 5 മിനിറ്റ് സംസാരിച്ച തീരുന്നതേ ഉള്ളൂ. ഞാൻ എപ്പോഴും ഒരു ഉദാഹരണം പറയാറുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ ഒരിക്കൽ ഒരു മസ്ലഹത്ത് ഉണ്ടായി. സാധാരണ പരിപാടിക്ക് ഞാൻ നിൽക്കാത്തതാ, പക്ഷെ അത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. കാരണം വലിയ ഒരു സമ്പന്ന 101 പവനൊക്കെ കൊടുത്ത വലിയൊരു കല്യാണം. ആ കല്യാണം അടിച്ചു പിരിഞ്ഞു, എല്ലാ ചർച്ചയും പോയി. അവസാനം വെള്ളിയാഴ്ച കൊടുത്തത് മുഴുവനും തിരിച്ചു വാങ്ങാൻ അഡ്വക്കേറ്റ് ഉൾപ്പെടെ കുറെ ആൾക്കാർ വന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദും കൂടെ കയറാ. എന്നെ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുപോയി. ഞാൻ നോക്കുമ്പോ ഒരടിക്കുള്ള ആളുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 10-40 പേരുണ്ട്, ഒരു ജുമായിക്കുള്ള ആളുണ്ട്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചു, ഇവരങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ മിണ്ടാതെ ഇരുന്നു. അപ്പൊ പ്രസിഡന്റ് എന്നോട് ചോദിച്ചു, ഉസ്താദ് എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞു, ഞാൻ എന്നാ മിണ്ടാനാ, എനിക്ക് ഇവരോട് ആരോടും എനിക്ക് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ആ പയ്യനോടും പെണ്ണിനോടും ഒന്ന് 10 മിനിറ്റ് സംസാരിക്കണം. ഉടനെ പെണ്ണിന്റെ വാപ്പ പറയാ, എല്ലാ ചർച്ചയും കഴിഞ്ഞതാ, ഇനി ആരും സംസാരിക്കണ്ട. അയാക്കാവാശി. ഉടനെ പയ്യന്റെ വീട്ടുകാർ പറഞ്ഞു, ഉസ്താദ് സംസാരിച്ച എന്താ കുഴപ്പം, ഉസ്താദ് സംസാരിക്കട്ടെ. എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അയാളോടുള്ള വൈരാഗ്യം കൊണ്ട്. അങ്ങനെ ഇവര് എല്ലാരും കൂടെ പിന്നെ എനിക്ക് വേണ്ടി വഴക്കായി. അവസാനം പറഞ്ഞു, ഉസ്താദല്ലേ സംസാരിക്കട്ടെ. ഞാൻ ഇതിന് രണ്ടിനെയും വിളിച്ചുകൊണ്ട് മദ്രസയുടെ മുകളിൽ പോയിട്ട് ഞാൻ രണ്ടുപേരെയും വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചു, മക്കളെ എന്താ പ്രശ്നം? ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവിടെ ബദർ യുദ്ധമാണോ അതോ ഉഹദ് യുദ്ധമാണോ കൊടുങ്കാറ്റാണോ ഇടിയാണോ എന്താ നടന്നെന്ന് എനിക്കറിയില്ല. എടാ, പള്ളിയിലെ ഖതീബ മുമ്പിൽ ഇരിക്കുന്നെന്ന് പോലും അവര് ഓർത്തില്ല. അവർ എന്തൊക്കെ പറയാൻ പറ്റുമോ അത് മുഴുവനും പറഞ്ഞു. പിന്നെ പൊട്ടനെ പോലെ സുമ്മുൻ ബുക്കുമുൻ ഓമിയും ഫോമിലായി അറിഞ്ഞു. ഞാൻ മിണ്ടാതങ്ങിരുന്ന് കേട്ടുമില്ല. എന്തായാലും പറയട്ടെ എന്ന് വിചാരിച്ചു. എടാ വാടാ പോടാ, അടിക്കാൻ കൈവെക്കുന്നുണ്ട്. അള്ളാഹു, ഞാൻ വേണ്ട, എനിക്കൂടെ കിട്ടുമെന്ന് പേടിച്ചു മിണ്ടാതിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കുറേ നേരം സംസാരിച്ചു. രണ്ടുപേരും പറഞ്ഞു, ക്ഷീണിച്ചു. വെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ പോയതൊക്കെ പോട്ടടാ, നിന്റെ ഭാര്യയല്ലേടാ, ഒന്ന് ഒരു അവസരം കൂടെ കൊടുത്തൂടെ, ഒന്ന് നിങ്ങൾക്ക് ജീവിച്ചൂടെ? ഇവളുടെ കൂടെ അങ്ങനെയൊന്നുമല്ല അവൻ പറഞ്ഞത്, ഞാൻ ഇവിടെ വെച്ച് പറയണില്ല, നിങ്ങൾ ഊഹിച്ചാ മതിയായി അവൻ എന്താ പറഞ്ഞിട്ടുണ്ടാവുക. ഇവളുടെ കൂടെയോ? അടച്ചറബേ. അവസാനം എന്തായാലും എനിക്ക് മനസ്സിലായി ഇവര് രണ്ടുപേരും ഇനി ജീവിക്കൂലെന്ന്. അവസാനം ഞാൻ പറഞ്ഞു, 8ാമത്തെ ഒരടവുണ്ടല്ലോ, ഞാൻ ഇവരോട് പറഞ്ഞു, മക്കളെ എന്തായാലും നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചു. താഴെ ചെന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാർ നിങ്ങളെ വിളിച്ചു കൊണ്ടുപോകും. കഴിഞ്ഞു. ഇത്രയും കാലം എന്തായാലും ഒരുമിച്ച് ജീവിച്ചതല്ലേ, എന്നാ കെട്ടിപ്പിടിച്ചു പൊരുത്തം ചോദിച്ചിട്ട് ഇറങ്ങിപ്പോക്കോ. രണ്ടുപേരും ഒന്ന് കെട്ടിപ്പിടിച്ചു പൊരുത്തം ചോദിക്കും. ഇനി അവസരം ഒന്നും തരൂല, താഴെ അടി നടക്കുക. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എന്തായാലും പിരിയ, എന്നാ ഒന്ന് പൊരുത്തം ചോദിച്ചിട്ട് രണ്ടുപേരും പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, മദ്രസയുടെ വാതിലടച്ചിട്ട് പുറത്തിറങ്ങി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു, വാതിൽ തുറക്കണില്ല. എനിക്ക് വല്ലാത്ത ടെൻഷനായി. ഈ മദ്രസയുടെ വാതിൽ തുറക്കുന്നില്ല, വല്ലാത്ത പേടി. 5 മിനിറ്റ് കഴിഞ്ഞു, 7 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു, പടച്ചോനെ താഴെയാണെങ്കിൽ ബദർ യുദ്ധം നടത്താനുള്ള ആളിരിക്കുന്നുണ്ട്, ഇതുങ്ങൾ രണ്ടും ഇറങ്ങി വരുന്നില്ല. അവസാനം എൻ്റെ ക്ഷമ കെട്ടു. ഞാൻ ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ചെന്നപ്പോ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് കരയുന്നുണ്ട്. ഞങ്ങൾക്ക് ജീവിക്കണം ഉസ്താദേ, ഞങ്ങളെ പിരിപ്പിക്കരുത്. ഇത്രയേ ഉള്ളടോ, ഇത്രയേ ഉള്ളൂ. ഞാൻ അവരോട് പറഞ്ഞു, ഈ പുറകിലൂടെ ഒരു വഴിയുണ്ട്, ഇതിലെ ഇറങ്ങി ഏതെങ്കിലും ലോഡ്ജിൽ പോയി റൂം എടുത്ത് താമസിക്കുക, വീട്ടിൽ മാത്രം പോകരുത്. കാരണം എന്തേ, നിങ്ങളുടെ വീട്ടുകാരാ നിങ്ങളെ ജീവിക്കാൻ വിടാത്തത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2 ഇറങ്ങിപ്പോയി. ഞാൻ താഴെ ചെല്ലുമ്പോൾ അപ്പോഴും അവിടെ എഴുത്തും കുത്തും നടക്കാം. ഇതാണ് ഞാൻ പറയുന്നത്, ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ തീരുന്നതേ ഉള്ളൂ. എൻ്റെ പെങ്ങളോട് ഞാൻ പറയട്ടെ, മോളെ, നീ വിചാരിക്കുന്നത് നിന്റെ ഉമ്മ കാണിക്കുന്നത് ആത്മാർത്ഥ സ്നേഹമാണെന്ന്, ഓക്കെന്ത് നഷ്ടപ്പെടാനാ? നിന്റെ ഉമ്മാടെയും വാപ്പാടെയും വാശി നഷ്ടം നിനക്കൊന്ന് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ, ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിഞ്ഞാൽ അവിടെ തീരുമെല്ലാം. പക്ഷെ നിന്റെ ഉമ്മായും വാപ്പായും വാശി കാണിച്ച് നിന്നെ വിളിച്ചു വീട്ടിൽ കൊണ്ടുവരും. കുറച്ചു കഴിയുമ്പോ അങ്ങോട്ട് മടുക്കും നിന്നെ. പിന്നെ ഏതെങ്കിലും ഒരു 2ാം കെട്ടുകാരന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കും. അത്രേ ഉള്ളൂ മോളെ നിനക്ക്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നു, എന്നും പറഞ്ഞ് കള്ളുകുടിയനും കഞ്ചാവ് അടിക്കുന്നവന്റെ കൂടെ കിടന്ന് നരകിക്കാനൊന്നും ഞാൻ പറയണില്ല. അങ്ങനെ കിടന്ന് നരകിക്കാനൊന്നും പറയുന്നില്ല.
കഴിവിന്റെ പരമാവധി കുടുംബമാകുമ്പോൾ വഴക്കും ബഹളമൊക്കെ ഉണ്ടാകും. മക്കളെ കെട്ടിച്ചു വിടുമ്പോൾ പറഞ്ഞു കൊടുക്കണം, സിനിമ കാണുന്നത് പോലെയല്ല, എന്നെ പോലെ ഇവിടെ പണവും കൊട്ടാരമൊന്നുമില്ല മോനെ. മോളോട് പറഞ്ഞു കൊടുക്കണം, നിന്നെ കെട്ടിക്കൊണ്ടു പോകുന്ന നിന്റെ മരുമകൻ, മോളെ നിന്റെ ഭർത്താവിന് കൊട്ടാരമില്ല, നീ ഇവിടെ കുഴിമന്തിയും മഹദിയും നെഹദിയും ഷവായിയും അൽഫഹും തിന്നോണ്ട് നടന്നതാ. ചിലപ്പോ അവിടെ കഞ്ഞിയും പയറും ആയിരിക്കും മോളെ. ഇവിടെ നീ AC റൂമിനകത്ത് കടന്നതായിരിക്കും, അവിടെ ചിലപ്പോ ഫാനേ കാണത്തുള്ളൂ മോളെ. ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ജീവിതമെന്ന് പറഞ്ഞാൽ അതാ എന്ന് പറഞ്ഞു മക്കൾക്ക് ഉപദേശം കൊടുക്കണം. പാപ്പ ഉമ്മയെന്ന് പറഞ്ഞാൽ ഉപദേശിക്കണം. അതെങ്ങനെ ഉമ്മ അർശിന്റെ മുകളിലാണ് നിൽക്കുക, താഴോട്ടൊന്നും ഇറങ്ങൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറയുമ്പോ എല്ലാം പറയണം. ചില ഭർത്താവിന്റെ ഉമ്മമാരെന്ന് പറഞ്ഞാൽ വല്ലാത്തതാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. ചില ഭർത്താവിന്റെ ഉമ്മയ്ക്ക് ഇവിടെ എന്താ പറയാ, അമ്മായിയമ്മയെന്നല്ലേ പറയാ. ചില അമ്മായിയമ്മ ചിലതിനെ പറയാതെ ദൈവാണോടെ റാബി, നീ എന്നെ കൊടുക്കൂ, എന്നെ കാണുമ്പോഴേ എനിക്ക് പേടിയാ, ദൈവം എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാ. കാരണം ഇവരുടെ പേര് പറഞ്ഞ അകത്താ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആകെ ഇതൊക്കെ ഉള്ളടോ, വേറൊന്നുമില്ല. ലൈവ് കൊണ്ട് ഇപ്പൊ ആകെ കട്ട് ചെയ്യാൻ മാത്രമേ ഗുണമുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചില പെണ്ണുങ്ങള് ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ചുപോയതായിരിക്കും. പക്ഷെ മകളും മരുമകളും അല്ലെങ്കിൽ മകനും മരുമകളും കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോ ചിലതിന് സഹിക്കില്ല. അങ്ങനെ ഉണ്ട് കേട്ടാ. ചിലതെങ്ങനെ തന്റെ മകനും മകളും കൂടെ ചിരിച്ചും കളിച്ചും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോ അസൂയ. അപ്പൊ അങ്ങനെ ചിലതുണ്ട്. എല്ലാരും അങ്ങനൊന്നും അല്ലട്ടാ. അള്ളാഹു നമ്മുടെ അമ്മായി അമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറയടോ. നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് നബിതങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കുകയാണ്, വാപ്പയെന്ന് പറഞ്ഞാലതാ. അങ്ങനെ ഓരോന്നും അള്ളാന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, മകളെ ഫാത്തിമ, ഒരടിമയെ ചോദിച്ച് നീ വീട്ടിൽ വന്നിരുന്നല്ലോ, നിനക്ക് സഹായത്തിന് വേണ്ടി ഒരടിമയെ ചോദിച്ച് നീ വീട്ടിൽ വന്നിരുന്നല്ലോ. അള്ളാന്റെ റസൂല് തന്റെ പൊന്നാര മകളോട് ചോദിക്കുന്നു, ഫാത്തിമ, സഹായത്തിന് അടിമയ വേണോ, അള്ളാടെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ വേണോ? സഹായത്തിന് ഒരു അടിമയ വേണോ, അതോ അള്ളാടെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ വേണോ? അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകള് പറഞ്ഞു, നന്മ മതി വാപ്പാ. അള്ളാടെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന നന്മ എന്താണ് വാപ്പാ? അള്ളാന്റെ റസൂല് തന്റെ പൊന്നാര മകളോട് ആ പാതിരാത്രിയിൽ പറഞ്ഞു കൊടുത്ത നന്മയാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. നബി തങ്ങളെ പറഞ്ഞു കൊടുത്തു, ഫാത്തിമ, ഉറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ ഫാത്തിമ, എന്റെ പൊന്നുമോള് കിടന്നുറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയണേ, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് പറയണേ, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ പറയണേ. ഇത് അല്ലാഹുവിന്റെ മുമ്പിൽ വലിയ പ്രതിഫലം കിട്ടുന്ന നന്മയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നിങ്ങൾ ചോദിക്കും, സിറാജ്, ഇത് പറയാനാണോ അരമണിക്കൂർ എടുത്തത്? ഇത് പറയാനാണോ അരമണിക്കൂർ എടുത്തത്? നമുക്കിത് ചെറുതായി പോയടോ, നമുക്കിത് ചെറുതായി പോയടോ. നമുക്ക് കേവലം ഒരു സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. എന്നാൽ അല്ലാഹുവിന്റെ മുമ്പിൽ കിട്ടുന്ന പ്രതിഫലം വലുതാഭങ്ങള്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ ഒരു ദിവസം പോലും ഫാത്തിമ മുടക്കിയിട്ടില്ല. 29-ാമത്തെ വയസ്സിലാണ് ഫാത്തിമ ലോകത്തോട് വിട പറഞ്ഞത്. ആ മരിക്കുന്ന ദിവസവും ഫാത്തിമ മുടങ്ങാതെ പറഞ്ഞ ദിക്റാ. അലിയാര് തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകൻ പറയുകയാണ്, ഞാനും മുടക്കിയിട്ടില്ല
ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. നബി തങ്ങൾ പറഞ്ഞതിന് ശേഷം ആ ഒരു നന്മ അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് പറഞ്ഞു തന്നതിന് ശേഷം ഇന്നുവരെ ഞാൻ മുടക്കിയിട്ടില്ല, ഇനി മരിക്കുവോളം ഞാൻ മുടക്കുകയുമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള് പറഞ്ഞ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്നത് വരെ പറഞ്ഞ, അലിയാർ തങ്ങൾ മരിക്കുന്നത് വരെ പറഞ്ഞ ആ ഒരു ദിക്റുണ്ടല്ലോ, അത് ചെറുതല്ല സഹോദരാ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, കഴിയുമോ സഹോദരാ, പെങ്ങളെ കഴിയുമോ പൊന്നുമോള്, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ രാത്രി മുതൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറയും ഉസ്താദ്, ഇന്ന് വഅദ കഴിഞ്ഞ് ഇവിടെ നിന്ന് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് എല്ലാം കഴിഞ്ഞ് അവസാന കിടപ്പറയിൽ വന്ന് കിടക്കാ പോകുമ്പോ അവിടെ ഇരുന്നു കൊണ്ട് ഇന്നത്തെ ഒരേ ഒരു ദിവസം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറയാ തീരുമാനിക്കുക വാപ്പാ, പെങ്ങളെ തീരുമാനിക്കുക പെങ്ങള്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ നബി തങ്ങളല്ലേ പറഞ്ഞു കൊടുത്തത്, ഫാത്തിമ ചെയ്തതാണല്ലോ, അലിയാർ തങ്ങൾ ചെയ്ത നന്മയാണല്ലോ. ഇൻഷാ അല്ലാഹ് ഞാനും ചെയ്യും ഉസ്താദേ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു രാത്രി, നാളെ വേണോന്ന് ഞാൻ പറയണില്ല, ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഞാൻ പോയി കിടന്നുറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ ഈ ദിക്ർ പറഞ്ഞിട്ട് ഇന്നത്തെ രാത്രി ഞാൻ കിടന്നുറങ്ങൂ എന്ന് നിയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഇന്നത്തെ ഒറ്റ രാത്രി കൈപൊക്കിയോ? അള്ളാഹുവെ, ആരെല്ലാം ഈ മജ്ലിസിൽ ഇരുന്ന് കൈപൊക്കിയോ മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ റഹ്മാനെ. അള്ളാഹുവെ, ഈ കൈപൊക്കിയവർക്ക് നീ ഈമാനുള്ള മരണം കൊടുക്കണേ തമ്പുരാനെ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ റഹ്മാനെ, ഹൗദുൽ കൗസർ വാങ്ങിച്ചു കുടിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. ഈ കൈപൊക്കിയവർക്ക് നീ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാഹ്. ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാഹ്. ഒന്നുകൂടെ കൈ പൊക്കിക്കേ, ചെയ്യാമെന്ന് നിയത്ത് ചെയ്യുന്നവര് കണ്ടോ, പൊങ്ങിയത് കണ്ടോ? ഇപ്പൊ കൈയൊക്കെ പൊക്കലെത്തിവേ. എന്താടാ റാഫി, നീ പൊക്കണില്ലേ? എല്ലാരും പൊക്കിയോ? അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇനി പൊക്കാത്തവൻ പൊക്കണ്ട, അവനെ പൊക്കിപ്പിക്കാൻ ഞാനൊന്നും വിചാരിച്ചാൽ പറ്റൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇപ്പൊ കൈ പൊക്കാൻ പറഞ്ഞപ്പോ എല്ലാരും പൊക്കി. പക്ഷെ ഈ പൊക്കിയവർക്കൊന്നും പറയാൻ പറ്റണമെന്നില്ല. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ എല്ലാവർക്കും പറ്റും. എന്നാൽ ഇന്ന് രാത്രി നീ വീട്ടിൽ ചെന്നു, ഭക്ഷണമെല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാൻ വരുമ്പോ നിന്റെ മനസ്സ് പറയുന്നുണ്ട്, സിറാജ് പറഞ്ഞതല്ലേ ആ ഒരു നന്മ ചെയ്യാം, ആ നന്മ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച നിങ്ങൾ രക്ഷപ്പെട്ടു. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഉറക്കെ ഇൻഷാ അല്ലാഹ് പറ. അള്ളാഹുവെ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. മുത്തല്ലിങ്ങളൊക്കെ ഒന്നും മിണ്ടാതിരുന്ന് എന്നിട്ടൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. അപ്പൊ കുഴപ്പമില്ല. അള്ളാഹു എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. വക്കലെടുക്കാറായ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്, നഷ്ടമൊന്നുമില്ല. ഈ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഒരാളുടെയും 5 നയാ പൈസ അള്ളാഹിക്ക് ആവശ്യമൊന്നുമില്ല കേട്ടോ. കൊടുത്ത നിങ്ങൾക്ക് തന്നെയാ പ്രയോജനം. നിബിധങ്ങൾ പറയുന്നുണ്ട്, സദക്ക വിപത്തുകളെ തട്ടിമാറ്റും, അപകടങ്ങൾ മാറും, ദുരന്തങ്ങൾ മാറും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ, ദുരന്തങ്ങൾ അത് തട്ടിമാറ്റാൻ നമ്മൾ കൊടുക്കുന്ന ഈ 10 രൂപയ്ക്ക് പവറുണ്ടോ? എത്രയോ മരുന്ന് കഴിച്ച് രോഗം മാറാത്തവരുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്.
ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇതെല്ലാവർക്കും അറിയാം. ഈ ഇരിക്കണ താത്താമാർക്കും കാക്കാമാർക്കും എല്ലാം ഇതറിയാം. ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ പോയി താമസിച്ചു എന്ന് പറഞ്ഞ് ചാടി വീടിന്റെ അകത്തേക്ക് കയറി വെള്ളം കടന്നു തെറ്റിയടിച്ച് താഴെ വീണു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആര് വേണമെങ്കിലും വീഴാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. തല പോയി തറയിലടിച്ചു. മക്കൾ എടുത്തുകൊണ്ട് നേരെ താമരശ്ശേരിക്ക് വന്നു. അവിടുന്ന് നേരെ കോഴിക്കോട് പോയി. കോഴിക്കോട് ചെന്നപ്പോൾ ഡോക്ടർ ഐസിയുവിനകത്ത് കയറ്റി കിടത്തിയിട്ട് പറഞ്ഞു, 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാൻ, ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരും. നിങ്ങൾ ചിന്തിച്ചേ, നാളെ രാവിലെ ഉസ്താദിന്റെ അടുക്ക വരും, നിസാമിയുടെ അടുക്കലോ അല്ലെങ്കിൽ ഉസ്താദന്മാരുടെ അടുത്ത് വന്നിട്ട് പറയും, ഉസ്താദെ വാപ്പ ഐസിയുവിനകത്ത് കിടക്കുകയാ, സർജറി ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പാപ്പച്ചി ഉമ്മച്ചി തന്നു വിട്ടതായി പൈസ കേട്ടോ, ഉസ്താദ് ദുആ ചെയ്യണേ. പൈസ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയും ദുആ ചെയ്യാൻ. എന്തിനാ താത്ത പൈസ കൊടുക്കണേ? അപ്പൊ നിനക്കറിയാം സദക്ക കൊടുത്ത രക്ഷപ്പെടുമെന്ന്. സഹോദര, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാ, സദക്ക കൊണ്ട് ചികിത്സ നടത്തുന്ന ചിലരുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്ക്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയാണ്. ഒരിക്കലും നഷ്ടമാകില്ലടോ, ഒരിക്കലും നഷ്ടമാകില്ല. നിങ്ങൾക്ക് വല്ലാത്ത പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റാൻ സദക്കയ്ക്ക് പവറുണ്ടടോ. സഹോദരാ, മറന്നു പോകരുത്. ഇന്നലെ ഞാൻ വഅദ് പറഞ്ഞത് മഞ്ചേരി ഭാഗത്താണ്. വഅദ് കഴിഞ്ഞ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയപ്പോ ഒരു ഉമ്മ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ 3 മക്കള് രോഗികളാണ്, ഉസ്താദൊന്ന് വന്നിട്ട് പോകണേ. ഞാൻ വലിയ കാര്യമൊന്നുമാക്കിയില്ല. അങ്ങനെ നടന്ന് ഞാൻ ആ വീട്ടിന്റെ മുമ്പിലേക്ക് ചെന്നപ്പോ 15 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കളെ ഇങ്ങനെ കസേരയിൽ നിരത്തിയിട്ടിരിക്കുകയാണ്. 3 മക്കളും ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. പടച്ചവനെ, മക്കളുടെ കൈ ഇങ്ങനെ വളഞ്ഞിട്ടുണ്ട്, അവരുടെ തല ഇങ്ങനെ അതാ പുറകോട്ട് ഇങ്ങനെ താഴ്ത്തി വെച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, കണ്ടപ്പോ കണ്ണ് നിറഞ്ഞു പോയടോ. ആ മക്കളെ കണ്ടപ്പോ ഒരു കുടുംബത്തിലെ 3 ആൺകുട്ടികളാണ്, 3 കസേരയിൽ നടക്കാൻ കഴിയാതെ പടച്ചവനെ കയ്യെങ്കാലും മടങ്ങിയ രീതിയിൽ. അല്ലാ, ആ മക്കൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, കണ്ടപ്പോ വല്ലാത്ത സങ്കടം തോന്നിയടോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നുണ്ടോ, മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാൽ മാറാത്ത ഒരു രോഗം നീ കൊടുക്കല്ലേ അല്ലാ. അതുകൊണ്ട് ബക്കറ്റിന്റെ അകത്ത് നിങ്ങൾക്ക് അല്ലാഹു തന്നതില്ലെന്നൊരൽപ്പം കൊടുക്കുമ്പോ നിങ്ങൾ നിയ്യത്ത് ചെയ്യണേ, നിങ്ങൾ നിയ്യത്ത് ചെയ്യണേ പെങ്ങള്. അല്ലാഹുവേ, ക്യാൻസറും ട്യൂമറും കിഡ്നി രോഗവും ലിവർ രോഗവും അല്ലാ എനിക്ക് വരുത്തല്ലേ അല്ലാ. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടോ, ഈ കൊടുക്കുന്ന സദക്കയുടെ ബറക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാ എന്ന നിയ്യത്തോടെ സദക്ക കൊടുക്കൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒന്നാമത്തെ സ്വഭാവമതാ, ഒന്നാമത്തെ സ്വഭാവമതാ. ഇനി രണ്ടാമത്തെ സ്വഭാവം എന്തെന്നറിയുമോ? രണ്ടാമത്തെ സ്വഭാവം എന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാ, വയദുഊനനാ റഗബൻ വറഹബാ. ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകണോ? ആ പ്രവാചകന്മാരുടെ രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? ആ പ്രവാചകന്മാരുടെ രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? വയദുഊനനാ റഗബൻ വറഹബാ.
അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാ, അവര് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നവരാ. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും ദുഃഖം വന്നാലും ദുരിതം വന്നാലും പടച്ചവനെ എന്ത് വലിയ തല പോകുന്ന വിഷയം വന്നാലും അവര് പടച്ചവന്റെ മുമ്പിൽ കൈനീട്ടുന്നവരാണ്. അവർ പ്രതീക്ഷ കൈവിടാത്തവരാണ്. അവർക്കൊരിക്കലും പ്രതീക്ഷ കൈവിടാറില്ലടോ. അവർക്കറിയാം അവരുടെ റബ്ബ് സഹായിക്കുമെന്ന്. ആരൊക്കെ കൈവിട്ടാലും എന്റെ റബ്ബെന്നെ കൈവിടൂല. ആരൊക്കെ എന്നെ ഒഴിവാക്കിയാലും എന്റെ റബ്ബെന്നെ ഒഴിവാക്കൂല. എന്റെ ഉമ്മയെക്കാൾ എന്നെ സ്നേഹിക്കുന്നത് എന്റെ റബ്ബാ. വയദുഊനനാ റഗബൻ വറഹബാ. ഖുർആൻ പറയുന്ന രണ്ട്, അവരുടെ ജീവിതത്തിൽ എന്തു പ്രയാസം വന്നാലും എന്ത് വിഷയം വന്നാലും അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.